സ്ഥാനാർത്ഥി പട്ടികയിൽ വിസ്മയങ്ങൾ തുടർന്ന കോൺഗ്രസ്. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മുൻ CPM നേതാവ് ജി സുധാകരനെ UDF പിന്തുണയ്ക്കും. വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തിയ സുധാകരൻ അടുത്ത ദിവസം പെരുന്നയിലെത്തി സുകുമാരൻ നായരെയും കാണും. ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം CPM-ന് വെല്ലുവിളിയാകില്ല എന്ന നിലപാടിലാണ് ജില്ലാ നേതൃത്വം ഉള്ളത്. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കാൻ UDF നേതൃത്വം തീരുമാനിക്കുമ്പോഴും ഇത് അണികളെ എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും എന്നുള്ള ചെറുതല്ലാത്ത ആശങ്ക നേതൃത്വത്തിനുണ്ട്. കാരണം ഏറ്റവും അവസാനം നടത്തിയ വാർത്താ സമ്മേളനത്തിലും പിണറായി വിജയൻ 3ാം തവണയും മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹം ജി സുധാകരൻ പ്രഖ്യാപിച്ചിരുന്നു. സുധാകരന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. സുധാകരൻ അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്ന് എനിക്കറിയാം. പാർട്ടി തീരുമാനിച്ചിട്ടില്ല സുധാകരന് പിന്തുണ കൊടുക്കാൻ. സുധാകരന് പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പിന്നെ എത്രയോ പേര് ഇപ്പോൾ ചോദിച്ച പോലെ വിസ്മയം എന്ന് പറഞ്ഞ പോലെ എത്രയോ പേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. അതേസമയം സമുദായ നേതാക്കളെ കണ്ട് അനുഗ്രഹം തേടി ജി സുധാകരൻ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണ്. കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി വെള്ളാപ്പള്ളി നടേശനെ കണ്ട് പുറത്തേക്കിറങ്ങിയ ജി സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അദ്ദേഹത്തിന് ആരുടെ പിന്തുണയുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പം അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കാൻ പോകുന്നതല്ലേ അറിയുന്നത്. ആരുടെയും പിന്തുണ അദ്ദേഹം തന്നാൽ സ്വീകരിക്കും, ആരുടെയും പിന്തുണയ്ക്ക് വേണ്ടി പോകല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഈ ആലപ്പുഴ ജില്ലയിലുണ്ട്. ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയത് വർഷങ്ങൾ നീണ്ട ആലോചനയ്ക്കൊടുവിലാണ് എന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. ഇക്കാര്യം ഇവർ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. ഇതെല്ലാം, അതായത് സ്വതന്ത്രനായി മത്സരിക്കുന്നു, UDF പിന്തുണ നൽകുന്നു, ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണെന്നുള്ള ആരോപണം വീണ്ടും ഉന്നയിക്കുകയാണ് CPM. സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് നേരത്തെ പോയി UDF-ഉമായിട്ട് കരാറുണ്ടാക്കി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ്. ആ UDF-ആയിട്ടേ കണക്കാക്കേണ്ടിയുള്ളൂ. UDF-ആയിട്ട് മാത്രമേ കണക്കാക്കേണ്ടുള്ളൂ. UDF-നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിച്ചതാണ്. UDF-നെ നിശ്ചിതമായിട്ട് തോൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം അതിനേക്കാൾ ശക്തിയായിട്ട് ഞങ്ങൾ തോൽപ്പിക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീ പാറുന്ന പോരാട്ടമായിരിക്കും അമ്പലപ്പുഴയിൽ നടക്കുക. ഗുരുവും ശിഷ്യനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വിജയമല്ലാതെ ഇരുകൂട്ടരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.